ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ ഇത് മാരുതി സുസുക്കി വാഗണർ കെ സീരീസ് വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. അതുപോലെ തന്നെ വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. അതുപോലെ തന്നെ ഡിലേ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതായത് കുറേ നേരം ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുള്ളൂ. അതുപോലെ തന്നെയുള്ള കംപ്ലൈന്റ് ആണ് വണ്ടി കയറ്റം പിടിക്കാനുള്ള ഒരു പാട്. അപ്പൊ ഇത്രയും കംപ്ലൈന്റുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കാരണങ്ങൾ ഉണ്ടായ കംപ്ലൈന്റ് ആണ്. അഥവാ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ലോങ് ക്രാങ്കിങ്, അതുപോലെ തന്നെ മിസ്സിങ്, അതുപോലെ തന്നെ വലിവ്, ഇത്രയും കംപ്ലൈന്റ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചാവി ഓൺ ആക്കുന്ന സമയത്ത് ഞാനിപ്പോൾ 1-2 വട്ടം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്. ചാവി ഓൺ ആക്കുന്ന സമയത്ത് ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും ക്രാങ്ക് ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ ക്രാങ്കിങ്, ഞാനിപ്പോൾ രാവിലെ വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ക്രാങ്കിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്. രാവിലെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് കുറേ നേരം അടിച്ചു കഴിഞ്ഞപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആയത്. അപ്പോൾ സ്റ്റാർട്ട് ആവാതെ വന്നപ്പോൾ നമ്മൾ ഫ്യൂവലിന്റെ ലൈൻ ഒന്ന് ഉരുവിട്ട് നോക്കിയ സമയത്ത് അവിടെ ഫ്യൂവല് വരുന്നില്ല. അതായത് മെയിൻ ഇഞ്ചക്ടറിലോട്ടുള്ള മെയിൻ റെയിലിൽ ഫ്യൂവല് വരുന്നില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 വട്ടം ഒന്ന് ക്രാങ്ക് ചെയ്തപ്പോൾ വണ്ടി ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഡിലേ വന്നിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കംപ്ലൈന്റ്. രാവിലെ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നതില്ലായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഫ്യൂവലിന്റെ ലൈൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഫ്യൂവലിന്റെ മെയിൻ ലൈന് ഇവിടുന്ന് അഴിച്ചു വിട്ട് നോക്കുമ്പോൾ ഇവിടെ കറണ്ട് ഓൾറെഡി ഫ്യൂവൽ ഓൾറെഡി വരുന്നില്ലായിരുന്നു. അങ്ങനെ നമുക്ക് പമ്പിന്റെ ലൈനിലും കാര്യങ്ങളോട്ടുമാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ പമ്പിൽ മെയിൻ കറണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എർത്തിന്റെ ഒരു ഭാഗത്ത് നമ്മൾ അനക്കിയ സമയത്ത് വണ്ടി സ്റ്റാർട്ടായി. ഇതാണ് ഇതിൽ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തോട്ട് നമുക്ക് പോവാം. നമ്മളിപ്പോ വണ്ടിയുടെ ബാക്കിലെ സീറ്റ് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഫ്യൂവൽ അവിടെ എഞ്ചിൻ റൂമിലോട്ട് വരുന്നില്ലായിരുന്നു. മെയിൻ ഫ്യൂവൽ വരുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കണ്ടത്. കുറെ നേരം സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിലാണ് പിന്നീട് അവിടോട്ട് ഫ്യൂവൽ വന്നത്. അതും വിട്ട് ലോങ് ക്രാങ്കിങ്ങിലാണ് വന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിലെ സീറ്റ് അഴിക്കുമ്പോൾ ഇവിടുന്ന് ഒരു എർത്ത് ലൈൻ സ്ക്രൂ കൊടുത്തിട്ട് ബോഡിയിൽ നിന്ന് ഒരു എർത്ത് ലൈൻ ഇവിടെ സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത് കാണാം. ഞാനിപ്പോ ഇതിന്റെ ഈ ഭാഗത്തെ ഇൻസുലേഷൻ അഴിച്ച് നോക്കിയാണ്. അപ്പോൾ ഈ മെയിൻ വരുന്ന എർത്ത് ലൈനിലോട്ടാണ് ഇവിടെ ലൈൻ കൊടുത്തേക്കുന്നത്. അത് തന്നെയല്ല, ഈ ഭാഗത്ത് നല്ല ലൂസും കാര്യങ്ങളും ഉണ്ട്. അത്ര ടൈറ്റ് എന്ന് പറയാനില്ല. അതുപോലെ തന്നെ ഇവിടെയും ചെറിയ രീതിയിലുള്ള ലൂസ് ഉണ്ട്. അപ്പോൾ ഈ ലൂസ് വന്നേക്കുന്നത് കൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാതെ വന്നത്, പമ്പ് കറക്റ്റ് ലോഡ് ആവാതെ വന്നത്. അപ്പോൾ ഈ കാണുന്ന ലൈൻ, അതായത് നമ്മൾ ഈ കാണുന്ന ലൈൻ ഇവിടെയാണ് വരുന്നത്. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിപ്പോ എക്സ്ട്രാ കൊടുത്ത ലൈനാണ്. ഈ ലൈനിൽ എർത്ത് കറക്റ്റ് ആയിട്ട് കയറി വരുന്നില്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ. അപ്പൊ ഈ ലൈനിൽ കറണ്ട് വരാത്തത് കൊണ്ട് നേരെ അവർ ബോഡിയിൽ നിന്ന് ഒരു എർത്ത് കൊടുത്തിട്ട് നേരെ ഈ ലൈനിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സോക്കറ്റ് ഇപ്പോൾ ഊരി നോക്കിയതാണ്. ഇതിനകത്തു നിന്ന് ഒരു ലൈൻ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ബോണ്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ ബോണ്ട് തേച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഫ്യൂവൽ പമ്പ് അസംബ്ലിയിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഒരു ലൈന് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മീൻസ് ഒന്നുകിൽ ഇവിടെ എന്തെങ്കിലും ഷോർട്ട് അകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഷോർട്ട് സർക്യൂട്ട് വന്നേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തോട്ടും ഒരു ലൈന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വയറൊക്കെ ലൂസ് ആയതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ഇവിടെ ചെറിയ സ്പാർക്ക് വരും. സ്പാർക്ക് വരുമ്പോൾ ഇവിടെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ടാങ്കിന്റെ ഈ ഫ്യൂൽ പമ്പ് അസംബ്ലിയിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ വയർ അതിനകത്ത് കൂടെ എടുത്തേക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഫ്യൂവലിന്റെ ഗ്യാസ് ഇവാപറേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ സ്പാർക്ക് ഉണ്ടാകുമ്പോൾ വണ്ടി കത്തിപ്പിടിക്കാനുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിക്കുള്ളിൽ പെട്രോളിന്റെ സ്മെല്ല് നല്ല രീതിയിൽ കാണുകയും ചെയ്യും. ഇത് മെയിനായിട്ട് റോങ് ചെയ്യുന്ന ഒരിക്കലും ഫ്യൂൽ പമ്പിന്റെ ഈ ഒരു കണക്ഷനും കാര്യങ്ങളും ഒന്നും ഇതുപോലെ ഹോൾ എടുത്ത് കൊടുക്കാൻ പാടില്ല. ഹോൾ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇതുപോലെ പെട്രോളിന്റെ ഗ്യാസ് ഈ ഹോളിൽ കൂടെ എത്ര അടച്ചെന്നറിയില്ല, ക്ലിയർ ആയിട്ട് അടങ്ങണം. ഈ ഒരു വയർ കിടക്കുന്നത് കൊണ്ട് എന്തായാലും ഇതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ഇടയ്ക്കൂടെ എന്തായാലും പെട്രോളിന്റെ ഗ്യാസ് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്പാർക്ക് ആവുന്ന സമയത്ത് വണ്ടി കത്തിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരിക്കലും ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ കംപ്ലൈന്റ് നോക്കാം. ഈ വയറിൽ കറണ്ട് വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വയറിൽ കറണ്ട് വരാത്തതെന്ന് നോക്കാം. ഈ ലൈൻ പോകുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ എർത്ത് ലൈൻ പോകുന്നത് ഇങ്ങോട്ടാണ് കണക്ട് ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോൾ അതെല്ലാം അഴിച്ചു വെച്ചേക്കാണ്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് നോക്കാം. നമ്മളിപ്പോ
ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എലിയൊക്കെ ഇങ്ങനെ കൂട് കെട്ടി നമ്മൾ ഇതിന്റെ ക്ലൗഡ് അഴിച്ചു വെച്ചേക്കാണ്. ഇവിടെ ഒരു ഇതേപോലെ ഒരു പീസ് വരുന്നത് നമ്മളിവിടെ അഴിച്ചു വെച്ചേക്കാണ്. കാരണം എന്തുകൊണ്ടാണ് എർത്ത് ലൈൻ അവിടുന്ന് കൊടുത്തേക്കുന്നത്, അപ്പോൾ ആ ലൈനിൽ എർത്ത് വരാത്തത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് അഴിച്ചേക്കുന്നത്. അപ്പോൾ ഇത് അഴിച്ച് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ലൈൻ ഇങ്ങനെയാണ് കയറി വരുന്നത്. ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ വയറ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ള് വയർ ഇവിടെ ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ്. ഈ ബോഡിയിൽ ടച്ച് ആയേക്കുന്നതിന്റെ പാടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുന്ന് ഒരു 3 വയറോളം എലി കടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എർത്ത് കൊടുത്തേക്കുന്ന ഇവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള കറണ്ടിൽ നടന്നിട്ടുണ്ട്. ഈ എർത്ത് ലൈനാണ്, ഇവിടെ നിന്നാണ് ഇതിന് എർത്ത് ലൈന് പോകുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു ബോഡിയിൽ നിന്നാണ് എർത്ത് ലൈൻ. ഫ്യൂൽ പമ്പിനും പോകുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇതിന് എർത്ത് പോകുന്നത്. ഈ എർത്താണ് നമ്മൾ നേരത്തെ കണ്ട അവിടെ ആ ബ്ലാക്ക് വയർ, അങ്ങേറ്റത്ത് കണ്ട ബ്ലാക്ക് വയർ ആ ഫ്യൂൽ പമ്പിലെ യൂണിറ്റിലോട്ട് പോകുന്നത്. അതിന് പകരമാണ് അവിടെ എർത്ത് വരാത്തതുകൊണ്ടാണ് അതിന് പകരം ഒരു ബോഡിയിൽ നിന്നൊരു എർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ കാരണം. ഈ എർത്ത് വയർ ഇവിടുന്ന് ഫുള്ളായിട്ട് കട്ടായിട്ട് പോയിട്ടാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. 2 എർത്തും അതുപോലെ തന്നെ ഒരു അല്ലാത്തൊരു ലൈനും കട്ടായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കറണ്ട പാടുണ്ട്. അപ്പൊ ഈ ഭാഗമാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവർ കൊടുത്തേക്കുന്ന എർത്ത് നമുക്ക് എടുത്ത് കളയുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് വണ്ടി സ്റ്റാർട്ട് ആവാതെ വന്നതിനുള്ള മെയിൻ കാരണം. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് ലോങ് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വയറിങ്ങും കാര്യങ്ങളെല്ലാം കട്ടാണ്. നമ്മളിവിടെ നോക്കിയ സമയത്ത് നമ്മളത് വീഡിയോയിൽ കാണിച്ചില്ല. കാരണം നമ്മൾ രാവിലെ വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ഫ്യൂൽ വരുന്നില്ലായിരുന്നു, അവിടെ ലൂസ് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നിന്ന് വന്നേക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവലിന് എർത്ത് കിട്ടാതെ വന്നപ്പോൾ ഒരു എക്സ്ട്രാ ലൈൻ കൊടുത്തു. ആ എക്സ്ട്രാ ലൈന് ഒന്നാമത് ഗേജ് കൂടുതലാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. മറ്റേ നമ്മൾ കണ്ടത് അത്രയും ഗേജ് ഇല്ല. ഇപ്പൊ ഇട്ടേക്കുന്ന എർത്ത് വയർ ഗേജ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് ഗേജിലുള്ള വയർ തന്നെ അഥവാ നമ്മൾ എമർജൻസിയിൽ കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ടാങ്കിനകത്തുനിന്ന് എടുത്തേക്കുന്ന ലൈന് അങ്ങനെ ഒരിക്കലും എടുക്കാൻ പാടില്ല. അത് തന്നെയല്ല, അഥവാ ഇൻ കേസ് എടുത്ത് പോയാൽ തന്നെ അത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചു വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവാപറേറ്റ് ആയി കഴിഞ്ഞാൽ സ്പാർക്ക് വരും. ഈ ലൂസ് കണക്ഷൻ ആ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പാർക്ക് വന്നാൽ വണ്ടി കത്താനുള്ള ചാൻസ് കൂടുതലാണ് വരുന്നത്. അപ്പോൾ ആ എർത്ത് ലൈനിൽ എർത്ത് വരാതെ കണ്ടീഷനിലാണ് അവർ എക്സ്ട്രാ ഒരു എർത്ത് കൊടുത്തത്. അതായത് ബാക്കിലെ ക്ലൗഡ് എവിടെ നിന്നാണ് എർത്ത് വരാത്തതെന്നൊന്നും നോക്കാണ്ട് അവിടുന്ന് ഒരു എർത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് പ്രോപ്പർ എർത്തല്ല കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാഗത്ത് നല്ലതുപോലെ സോൾഡർ ചെയ്തിട്ട് വേണം അഥവാ എടുത്തുകൂടെ. അങ്ങനെ എടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് സോൾഡർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. കാരണം അവിടെ ചെറിയ ലൂസ് കണക്ഷൻ വന്നാൽ സ്പാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ടായാൽ ഇതുപോലെ തന്നെ അത് ഉണ്ടാവുന്ന സമയത്ത് വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അത് തന്നെയല്ല, ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അടിയിൽ നിന്ന് ഫ്യൂൽ പമ്പ് ഹോൾ ചെയ്തിട്ട് ഫ്യൂൽ പമ്പിന്റെ അസംബ്ലിയുടെ അടിയിൽ നിന്ന് ഒരു വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് അകത്തെ ഭാഗങ്ങൾ നേരത്തെ എങ്ങനെ ഷോർട്ടായിട്ട് ഉരുകി പോയിട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും ഒന്നീ കറക്റ്റായിട്ട് സീലിംഗ് ആവുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. അങ്ങനെ മാക്സിമം കൊടുക്കാതിരിക്കുക. അപ്പോൾ വയറിങ്ങില്ല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലുള്ള അതുപോലെ ഫ്യൂലുമായിട്ട് ബന്ധപ്പെട്ടായാലും എവിടെയൊക്കെയുള്ള ലൈനുകളിലൊക്കെ നമ്മളിങ്ങനെ വയറിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് വണ്ടി കത്തിപ്പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനകത്ത് വന്നേക്കുന്നത് നമ്മൾ കണ്ടാണ് അതിന്റെ ലെഫ്റ്റ് സൈഡിലെ പിന്നെ വയറിങ് നോക്കിയ സമയത്ത് ആ ഒരു എർത്ത് വരില്ല. എർത്ത് നമ്മൾ ബാക്കിലെ ഡിക്കിയുടെ ലെഫ്റ്റ് സൈഡിലെ ക്ലൗഡ് അഴിച്ചു നോക്കിയ സമയത്ത് അവിടുന്ന് വയർ ഫുള്ളായിട്ട് എലി കറണ്ട് കിട്ടേക്കുന്നത് നമ്മൾ കണ്ടാണ്. ഇനി ആ ലൈനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിന്റെ ട്രബിളിനെ കുറിച്ച് അതുപോലെ ലോങ് സ്റ്റാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. വണ്ടി വാഗണർ K സീരീസ് വണ്ടിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.